തൊപ്പി എന്ന നിഹാദിന്റെ യൂട്യൂബ് ചാനലിന് പൂട്ടിട്ട് പോലീസ്. സുഹൃത്തുക്കളുടെ നഗ്നദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചെന്ന കേസിൽ ചാനൽ യൂട്യൂബ് നീക്കം ചെയ്തു. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം കേസിൽ മുൻകൂർ ജാമ്യം തേടി നിഹാദ് കോടതിയെ സമീപിച്ചു. യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരെ ലഹരി പ്രോത്സാഹിപ്പിക്കുന്നതടക്കമുള്ള നിരവധി പരാതികൾ നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ സുഹൃത്തുക്കളുടെ നഗ്നദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചത്. തൊപ്പി നടത്തുന്ന നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആലുവ റൂറൽ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം ആരംഭിച്ചതോടെ ഒളിവിൽ പോയ തൊപ്പിക്കായി അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പോലീസിന്റെ നടപടി. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് യൂട്യൂബ് ചാനൽ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആലുവ പോലീസ് യൂട്യൂബിന് കത്തയച്ചു. തുടർന്നാണ് ചാനൽ നീക്കം ചെയ്തത്. എന്നാൽ ഒളിവിലുള്ള നിഹാദ് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും തൊപ്പി ഹാജരായിരുന്നില്ല. തൊപ്പിയെ പിടികൂടാനുള്ള നീക്കവും പോലീസ് നടത്തിയിരുന്നു. അതിനിടെയാണ് മുൻകൂർ ജാമ്യത്തിന് തൊപ്പി ഹർജി നൽകിയത്. ജാമ്യാപേക്ഷയെ പോലീസ് ശക്തമായി എതിർത്തു. പോക്സോ, നാർക്കോട്ടിക്സ്, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രദർശനം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് പോലീസ് കോടതിയെ ധരിപ്പിച്ചു. കടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും പൊതുസ്ഥലത്ത് അശ്ലീല ഗാനം പാടിയതിനും അറസ്റ്റ് നടപടിയുണ്ടായതും പോലീസ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഗുരുതര സ്വഭാവമുള്ള കുറ്റങ്ങൾ നടത്തുന്നയാളെന്ന നിലയിൽ ജാമ്യം അനുവദിക്കരുതെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എറണാകുളം സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.